Dear students, BVOC second sem paper General Biochemistryയിലെ യൂണിറ്റ് 3യുടെ കണ്ടിന്യൂവേഷൻ ആണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ബ്ലഡ് പി എച്ച് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉള്ള ഒരു സെക്കൻഡ് ലൈൻ സിസ്റ്റമാണ് റെസ്പിറേറ്ററി സിസ്റ്റം എന്ന് പറയുന്നത്. നമ്മുടെ പൾമണറി ആൽവോളയാണ് നമ്മുടെ ബ്ലഡിലോട്ട് കാർബൺ ഡൈ ഓക്സൈഡിനെ റിച്ച് ആയിട്ട് സപ്ലൈ ചെയ്യുന്നതും അവിടെ നിന്ന് ടിഷ്യൂസിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡിനെ കളക്ട് ചെയ്യുന്നതൊക്കെ. ഈ ഒരു സർക്കുലേറ്ററി ബ്ലഡ് ക്യാരി ചെയ്യുന്നത് കാർബൺ ഡൈ ഓക്സൈഡിനെയാണ്. എന്നിട്ട് ലങ്സിലോട്ട് അതിനെ കൊണ്ടുപോയിട്ട് എക്സ്പ്രേറ്റ് ചെയ്യുന്നു, അതായത് പുറത്തോട്ട് കളയുന്നു. ഹീമോഗ്ലോബിൻ ആണ് ബ്ലഡിൽ കാർബൺ ഡൈ ഓക്സൈഡിനെ ട്രാൻസ്പോർട്ടിങ്ങിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. അതായത് ടിഷ്യൂസിൽ നിന്ന് ലങ്സിലോട്ട് എത്തിക്കുന്നത് ഹീമോഗ്ലോബിൻ ആണ്. അവിടെ പി എച്ച് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇത് മെക്കാനിസം ആണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. നമ്മുടെ റെസ്പിറേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് കൺട്രോൾ ചെയ്യുന്നത് മെഡുല ഒബ്ലോങ്കേറ്റ ആണ്, ബ്രെയിനിലാണ് ഇരിക്കുന്നത്. അതായത് റെസ്പിറേറ്ററി സെൻറ്റർ എന്ന് നമുക്ക് വിളിക്കാൻ പറ്റുന്നത് മെഡുല ഒബ്ലോങ്കേറ്റ ആണ്. ന്യൂറോൺസ് ഉണ്ട് ഇവിടെ. ന്യൂറോൺസ് റെസ്പിറേറ്ററി എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡിലും ബ്ലഡിലും നമുക്ക് കാണപ്പെടാനായിട്ട് പറ്റും. ഈ കാർബൺ ഡൈ ഓക്സൈഡ് നമ്മുടെ ബ്ലഡ് പി എച്ചിൽ, അതായത് പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് വാരി ചെയ്യുന്നതിനനുസരിച്ചിട്ട് ബ്ലഡിൻ്റെ ബ്രെയിൻ ബാരിയറിൽ പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡിനെ ഡെറിവേറ്റ് ചെയ്യും. എന്നിട്ട് അതിനെ സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡിലോട്ട് ഡിഫ്യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് അത് അവിടെ കമ്പൈൻ ചെയ്ത് വാട്ടറായിട്ട് മാറും. ദെൻ കാർബോണിക് ആസിഡായിട്ട് അത് കൺവേർട്ട് ആവും. ഇത് ഇമ്മീഡിയറ്റ്ലി ഡിസോസിയേറ്റ് ചെയ്തിട്ട് ഹൈഡ്രജനും ബൈകാർബണേറ്റ് അയോൺസ് ആയിട്ട് വീണ്ടും മാറും. ഇവിടെ ഹൈഡ്രജൻ അയോൺസ് ന്യൂറോൺസിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നു, അതായത് റെസ്പിറേറ്ററി സെൻറ്ററിലെ ന്യൂറോൺസിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നു. ഇതിന് അവിടെ റേറ്റ് ഓഫ് റെസ്പിറേഷൻ, അതായത് വെന്റിലേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് അവിടെ ഇൻക്രീസ്ഡ് ആവുന്നു. ഓക്കെ, 0.2% ആണ് ആ ഒരു ഇൻക്രീസിങ് കപ്പാസിറ്റി വരുന്നത്. ദെൻ അവിടുത്തെ പാർഷ്യൽ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് കൂടുന്നു. എന്നിട്ട് അത് ബ്ലഡിലേക്ക് ഇൻഡ്യൂസ് ചെയ്യുന്നു, റെസ്പിറേഷൻ്റെ അളവ് കൂട്ടുന്നു. അപ്പോൾ എക്സസ് ആയിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് നമ്മൾ ക്ലിയർ ഔട്ട് ചെയ്ത് നമ്മുടെ ബോഡിയിൽ നിന്ന് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ റെസ്പിറേഷൻ കൂടിയാണ് ആ ഒരു എക്സസ് എമൗണ്ട് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തോട്ട് പോകുന്നത്. അങ്ങനെ ബ്ലഡിൻ്റെ പി എച്ച് അവർ കൺസ്റ്റൻ്റ് ആയിട്ട് നിലനിർത്തുന്നു. അതായത് നമ്മുടെ മെഡുല ഒബ്ലോങ്കേറ്റ, അതായത് റെസ്പിറേറ്ററി സെൻറ്റർ ബ്ലഡിൻ്റെ പി എച്ച് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നോക്കുന്നു. ഇനി പി എച്ച് ഡിക്രീസ് ആവുകയാണെന്നുണ്ടെങ്കിൽ ഹൈപ്പർ വെന്റിലേഷൻ ആണ് നടക്കുന്നത്. ബ്ലഡിൻ്റെ അളവിൽ പി എച്ച് ഇൻക്രീസ്ഡ് ആവുകയാണെന്നുണ്ടെങ്കിൽ ഹൈപ്പർ വെന്റിലേഷൻ നടക്കുന്നു. ഹൈപ്പർ വെന്റിലേഷൻ നടക്കുന്നത് ബ്ലഡിൻ്റെ പി എച്ച് കുറവാവുകയാണെന്നുണ്ടെങ്കിലാണ്. അപ്പോൾ അവിടെ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് കുറവാവുകയാണ് ചെയ്യുന്നത് സർക്കുലേറ്ററി ബ്ലഡിൽ. അപ്പോൾ H2CO2ൻ്റെ അളവ് ഡിക്രീസ് ആവാൻ തുടങ്ങും. അപ്പോൾ ആസിഡ് ബേസ് അക്കംപ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ബൈകാർബണേറ്റിൻ്റെ അളവ് ബ്ലഡിൽ കൂട്ടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അറ്റ് ദ സെയിം ടൈം ഹൈഡ്രജൻ അയോൺസ് എന്ത് ചെയ്യും, വാട്ടറിലോട്ട് എക്സ്ക്രീറ്റ് ചെയ്യാനായിട്ട് തുടങ്ങും. അങ്ങനെ പി എച്ച് വീണ്ടും മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് തുടങ്ങും. ഓക്കെ, അപ്പോൾ ഇതൊരു റാപ്പിഡ് ആൻഡ് ഷോർട്ട് ടേം ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ്. ഹൈപ്പർ വെന്റിലേഷൻ നമുക്ക് കുറച്ചധികം സമയം നീണ്ടു നിൽക്കുന്ന ഒരു പ്രോസസ്സ് അല്ല. നെക്സ്റ്റ് നമ്മൾ ഒരു സെക്കൻഡ് ലൈൻ ഡിഫൻസ് സിസ്റ്റം അല്ലെങ്കിൽ ഒരു ലോങ് ടേം ആയിട്ടുള്ള ഒരു ഡിഫൻസ് സിസ്റ്റമാണ് റീനൽ സിസ്റ്റം എന്ന് പറയുന്നത്. കിഡ്നീസ് എന്ന് പറയുന്നത് ആസിഡ് ബേസ് ബാലൻസിന് വേണ്ടിയിട്ട് ഒരു സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള റോൾ പ്ലേ ചെയ്യുന്ന ഒരു ഓർഗനാണ്. റീനൽ സിസ്റ്റമാണ് നമുക്ക് ആസിഡ് ബേസ് ഡിസോർഡേഴ്സിൻ്റെ ഒരു പെർമനൻറ്റ് സൊല്യൂഷൻ എന്ന് പറയുന്നത് റീനൽ സിസ്റ്റത്തിലുള്ള അറ്റംസ് ആണ്. ബഫർ സിസ്റ്റം റീനൽ സിസ്റ്റം പ്രൊവൈഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ റെസ്പിറേറ്ററി സിസ്റ്റം ഒക്കെ അതുപോലെ തന്നെ നമ്മുടെ ബഫറിംഗ് സിസ്റ്റം ഒക്കെ ഒരു എന്താ പറയുക ഷോർട്ട് ടേം ആയിട്ടുള്ള റിസൾട്ട് തരുമ്പോൾ റീനൽ സിസ്റ്റം നമുക്കൊരു പെർമനൻ്റ് ആയിട്ടുള്ള റിസൾട്ടാണ് തരുന്നത്. അതായത് എക്സ്ക്രീഷൻ ആൻഡ് റീഅബ്സോർപ്ഷൻ ഓഫ് ആസിഡിക് ഓർ ബേസിക് കൺസ്റ്റുവൻസ് കിഡ്നിയിൽ നിന്ന് നമ്മൾ ബ്ലഡ് പി എച്ച് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് എഫക്റ്റീവ് ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ബ്ലഡ് പി എച്ച് കിഡ്നിയിൽ എന്ത് ചെയ്യുന്നു, ബ്ലഡിൻ്റെ പി എച്ച് കൺട്രോൾ ചെയ്യുന്ന പോലെ തന്നെ ആൽക്കലി റിസർവോയ്സിനെ പ്രൊഡ്യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നുണ്ട്, കിഡ്നി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ബ്ലഡിൻ്റെ പി എച്ച് 7.4 ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് വെക്കണം. അതായത് യൂറിൻ്റെ പി എച്ചിനേക്കാളും കുറച്ചുകൂടി കൂടുതലാണ് എന്ത് ബ്ലഡിൻ്റെ പി എച്ച് എന്ന് പറയുന്നത്. യൂറിൻ്റെ പി എച്ച് വരുന്നത് 6.0 ആണ്, 6 ആണ് വരുന്നത്. അപ്പോൾ അവിടെ നമുക്ക് യൂറിന് ഒരു സ്ലൈറ്റ്ലി ഒരു ആസിഡിക് നേച്ചർ ആണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഒരു യൂറിൻ്റെ ആസിഡിഫിക്കേഷൻ നടക്കുന്നത് കിഡ്നിയിൽ വെച്ചിട്ടാണ്. അതായത് H+ അയോൺസ് ബോഡിയിൽ ജനറേറ്റ് ചെയ്യുന്ന H+ അയോൺസിനെ കിഡ്നിയിൽ കൂടെ പുറത്തേട്ട് തള്ളുന്നു. ദാറ്റ് മീൻസ് കിഡ്നി ആസിഡിഫൈങ് ആയിട്ട് മാറുന്നു. അപ്പോൾ യൂറിൻ്റെ റേഞ്ചസ് പി എച്ച് റേഞ്ചസ് വരുന്നത് 4.5 തൊട്ട് 9.5 വരെ വരും. അതായത് യൂറിനിൽ കൂടെ പി എച്ച് നമ്മുടെ എക്സസ് ആയിട്ട് വരുന്ന H+ അയോൺസിനെ റിലീസ് ചെയ്ത് യൂറിനെ എന്താക്കി മാറ്റുന്നു, ആൽക്കലൈൻ കണ്ടന്റ് ആക്കി മാറ്റുന്നു. ഓക്കെ, ഇത് നമ്മുടെ H+ പ്ലാസ്മയിലുള്ള H+ അയോൺസിൻ്റെ വാല്യൂവിനെ എന്തായിരിക്കും, പ്രൊപ്പോർഷണലായിരിക്കും. പ്ലാസ്മയിൽ H+ അയോൺസ് കൂടുന്നതിനനുസരിച്ചിട്ട് യൂറിൻ്റെ പി എച്ച് വാല്യൂ കൂടാനായിട്ട് കാരണമാവുന്നു. ഇവിടെ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്ന എൻസൈം എന്ന് പറയുന്നത് കാർബോണിക് ആൻഹൈഡ്രേസ് ആണ്. ആ ഒരു എൻസൈമാണ് ഈ ഒരു റിയാക്ഷനെ കാറ്റലൈസ് ചെയ്യുന്നത്. അതായത് കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും കൂടി ചേർന്നിട്ട് കാർബോണിക് ആസിഡ്
ഉണ്ടാക്കുന്ന ഒരു പ്രോസസ്സ് ഇൻക്രീസ്ഡ് ആവുന്നത് കാർബോണിക് ആൻഹൈഡ്രേസ് എന്ന് പറയുന്ന ഒരു എൻസൈമാണ്. ഇനി ഈ ഒരു എൻസൈം ഇൻഹിബിറ്റിൻ റിയാക്ഷൻ കൂടി ചെയ്യുന്നുണ്ട്. അസറ്റോൾസ്മൈഡ് ഉണ്ടാവുന്നത്, അതായത് ഈ പറഞ്ഞ പ്രോസസ്സ് റിവേഴ്സ് നടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു എൻസൈമും കൂടി ഇൻവോൾവ് ചെയ്യുന്നുണ്ട് റീനൽ റെഗുലേഷന് വേണ്ടിയിട്ട്. ഓക്കെ, ഇനി ഇവിടെ ഒരു മെക്കാനിസംസ് നമുക്ക് മെയിനായിട്ടും 4 സ്റ്റെപ്പ് വഴിയാണ് ഈ ഒരു മെക്കാനിസം നടക്കുന്നത്. ഏറ്റവും ആദ്യം എക്സ്ക്രീഷൻ ഓഫ് H+ അയോൺസ് ആണ്, അതായത് ബൈകാർബണേറ്റ് മെക്കാനിസം വഴിയാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അത് കഴിഞ്ഞിട്ട് റീഅബ്സോർപ്ഷൻ ഓഫ് ബൈകാർബണേറ്റ് നടക്കുന്നു. ദെൻ എക്സ്ക്രീഷൻ ഓഫ് ഫോസ്ഫേറ്റ് അയോൺ നടക്കുന്നുണ്ട്. ദെൻ എക്സ്ക്രീഷൻ ഓഫ് അമോണിയം അയോൺസ് നടക്കുന്നുണ്ട്. ഇങ്ങനെ ഉള്ള 4 സ്റ്റെപ്പിൽ കൂടിയാണ് നമ്മുടെ റീനൽ സിസ്റ്റം ആസിഡ് ബേസ് ബാലൻസിങ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ഓഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. നെക്സ്റ്റ് നമുക്ക് നോക്കാനായിട്ടുള്ളത് ആസിഡ് ബേസ് ഡിസോർഡേഴ്സ് ആണ്. നെക്സ്റ്റ് ഓഡിയോയിൽ നോക്കാം. ഓക്കെ, താങ്ക് യു.